നമസ്തേ. ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ എം ഗോഡ്. സങ്കീർത്തനങ്ങൾ 46:10 മലയാളത്തിലേക്ക് പറഞ്ഞു കഴിയുന്ന സമയത്ത്, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക, ഞാൻ ജനങ്ങളുടെ ഇടയിൽ ഉന്നതനാണ്, ഞാൻ ഭൂമിയിൽ ഉന്നതനാണ്. ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് ദൈവം നമ്മളോട് എന്തോ കൽപ്പിക്കുന്നത് പോലെ, പുറത്തു നിന്നുള്ള വാനമേഘങ്ങളുടെ നാഥനായിട്ടുള്ള ദൈവം, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതായിട്ടുള്ള അധികാരിയായിട്ടുള്ള ദൈവം. അതിനുശേഷം പിന്നീട് പറയുന്ന കാര്യം കൂടി വരുന്ന സമയത്ത്, സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം എന്നും പറയുന്നുണ്ട്. അപ്പോൾ യാക്കോബിൻ്റെ ദൈവം എന്നും കൂടെ പറയുന്ന സമയത്ത് ഒരു കൂട്ടർക്ക് ഫേവർ ചെയ്യുന്നതായിട്ടുള്ള ഒരു ദൈവം. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം ശത്രുക്കളാണോ? അങ്ങനെയൊന്നും അവിടെ പറയുന്നില്ല. എന്നാലും നമ്മുടെ മനസ്സ് സാധാരണഗതിയിൽ പോകുന്ന ചിന്തകളാണ്. കാരണം പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ വരികയാണ്. നമ്മളൊരു ഗ്ലാസ്സിൽ അല്പം മണ്ണ് വീണ അല്ലെങ്കിൽ കലങ്ങിയ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അത് വളരെ നിശ്ചലമായിട്ട് വെക്കുന്ന സമയത്ത് പതിയെ അത് തെളിഞ്ഞു വരും. നമുക്ക് ആ ഗ്ലാസ്സിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ആ വെള്ളം എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. ഈ ഗ്ലാസ്സിലെ ഈ വെള്ളത്തിൻ്റെ അവസ്ഥ പോലെ തന്നെയാണ് പലപ്പോഴും നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സ് ആകുലതകൾ, ചോദ്യങ്ങൾ, സംശയങ്ങൾ, പണ്ടുണ്ടായതിൻ്റെ കുറ്റബോധങ്ങൾ, നാളെ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളുടെ പേടി, ഇതിനെയൊക്കെ ആശ്രയിച്ച് എപ്പോഴും ഇങ്ങനെ കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് മുക്തി നേടാനായിട്ട് ചില ആൾക്കാർ നമ്മളെ പഠിപ്പിച്ചു, പോയിട്ട് മെഡിറ്റേഷൻ ചെയ്യൂ, പോയിട്ട് യോഗ ചെയ്യൂ, അല്ലെങ്കിൽ പ്രകൃതിയിലൂടെ നടക്കൂ, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകൂ, അല്ലെങ്കിൽ മരുന്ന് കഴിക്കൂ. അത് പല രീതിയിൽ അതിൻ്റെ ലെവലിനനുസരിച്ച് പല രീതിയിലുള്ള ഉപദേശവും നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ വരുന്ന സമയത്ത് ഈ ഗ്ലാസ്സിലെ വെള്ളം എപ്പോഴും നമ്മൾ കലക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉദ്ദേശം ഇത് തെളിഞ്ഞു വരണമെന്നാണ്. പക്ഷെ നമ്മളത് തെളിക്കാൻ വേണ്ടി ഒരു പണി നോക്കിയിട്ട് നടക്കുന്നില്ല. അവസാനം അത് മാറ്റി വെച്ച് കഴിഞ്ഞപ്പോൾ അത് തന്നെ തെളിഞ്ഞു വന്നു എന്നുള്ളതാണ്. പണ്ടൊരു കുരങ്ങൻ ചെടി നട്ടതിന് ശേഷം ഓരോ ദിവസവും ഇങ്ങനെ പറിച്ചു നോക്കി ഇത് മുളച്ചോ എന്നറിയാനായിട്ട്. ചെടി മുളയ്ക്കുന്നില്ല. അവൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ ചെടി മുളയ്ക്കുക എന്നുള്ളതാണ്. സോ നമുക്ക് നമ്മുടെ ആൻസൈറ്റി കളയണം, ഭാവിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ ആകുലത കളയണം, ഭാവിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ പേടി കളയണം. കഴിഞ്ഞ കാലത്ത് നമുക്ക് വന്നു പോയതായിട്ടുള്ള കുറ്റബോധം നമുക്ക് ഇല്ലാതെയാക്കണം. അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. ഇപ്പോൾ എനിക്ക് സമാധാനം വേണം. സമാധാനം ഇങ്ങനെ കിട്ടാൻ വേണ്ടി, മുറുകെ പിടിക്കാൻ വേണ്ടി ഞാൻ വലിച്ചടിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാവിയെക്കുറിച്ചിട്ടുള്ള പേടി, ആൻസൈറ്റി, ഇത് മാറ്റാൻ വേണ്ടി ഞാൻ ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലത്തിലെ കുറ്റബോധം അതെൻ്റെ മനസ്സിൽ നിന്ന് എനിക്ക് മായ്ച്ചു കളയണം. അതിന് പല ആൾക്കാരും എനിക്ക് ഉപദേശം തന്നിട്ടുണ്ട്. ഞാൻ അതിന് പല ഗുരുക്കന്മാരുടെയും ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പല രീതിയിലുള്ള സയൻറ്റിസ്റ്റുകളെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിൽ ആ പ്രശ്നം, ആ പണ്ടുണ്ടായ കുറ്റബോധത്തിനെ മായ്ച്ച് കളയണമെന്ന് ചിന്തിച്ച് ഇത് ഹാർട്ടിൻ്റെ ഇവിടെ വേദന എടുക്കുകയാണ്. കാരണം എന്താ? ഈ കുറ്റബോധത്തിനെ കുറിച്ചിട്ടുള്ള ചിന്താഭാരം മാത്രമാണ് ഹൃദയത്തിൽ പേറിക്കൊണ്ട് നടക്കുന്നത് എന്നുള്ളതാണ്. സോ വി ആർ നോട്ട് ഷട്ടിങ് ഡൗൺ അവർ മൈൻഡ്. നമ്മുടെ മനസ്സിനെ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനെ കാം ചെയ്യാനായിട്ട്, ശാന്തമാക്കാനായിട്ട് സാധിക്കുന്നില്ല. കയറൂരി വിട്ട ഒരു കുതിരയെ പോലെ അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് 10 മിനിറ്റ് നേരത്തേക്ക് കുരങ്ങൻ എന്ന് പറയുന്ന ജീവിയെക്കുറിച്ച് ചിന്തിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 10 മിനിറ്റ് അല്ല, അതിനപ്പുറത്ത് നമ്മൾ കുരങ്ങനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പം നമുക്ക് മനസ്സിനെ എന്താണോ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, എന്താണോ നമ്മുടെ മനസ്സിൽ അടിച്ചമർത്താനായിട്ട് ശ്രമിക്കുന്നത്, എന്താണോ നമ്മൾ അതിൻ്റെ മുന്നിൽ നിന്നും മറച്ചു വെക്കാനായിട്ട് ശ്രമിക്കുന്നത്, നമുക്ക് മറച്ചു വെച്ച കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ക്യൂരിയോസിറ്റി കൂടുതൽ. സോ ഞാൻ പറയുകയാണ്, ഈ മറച്ചു വെക്കലുകളും അടിച്ചമർത്തലുകളും അല്ല, അതിനപ്പുറത്തേക്ക് നമുക്കതിനെ ഓവർകം ചെയ്ത് പോകണമെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ട്രിക്സ് ഉണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് പ്രാചീനമായിട്ടുള്ള ആത്മീയ ജ്ഞാനശേഖരങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇപ്പം ഈ കാലത്തേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇന്ന് പല രീതിയിലുള്ള മതങ്ങളുണ്ട്. എസ്പെഷ്യലി ബൈബിൾ വെച്ചിട്ടാണ് ഞാൻ ആരംഭിച്ചത്. അപ്പോൾ അവിടെ പറയുന്നതായിട്ടുള്ള ഈ ഒരു ചെറിയ വാചകം നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ പുറത്തേക്കുള്ള അർത്ഥം മാത്രം, ബ്രെയിൻ അതിനെ ട്രൈ ചെയ്യുകയാണ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സ് അതിനെ ട്രൈ ചെയ്യുകയാണ് പല രീതിയിൽ കീറി മുറിക്കാനായിട്ട്. നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടുന്നില്ല. ആത്മാവിൻ്റെ സ്വരത്തിലേക്ക് ശ്രവിക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ ഉത്തരം പതിയെ തെളിഞ്ഞു വരും എന്നുള്ളതാണ്. അപ്പോൾ ആത്മാവിനോടുള്ള നമ്മുടെ അപ്രോച്ച് എന്ന് പറയുന്നത്, നമ്മൾ ഇതുവരെ മനസ്സിനെ നിയന്ത്രിക്കാനും അല്ലെങ്കിൽ ബ്രെയിനിനെ കാം ചെയ്യാനായിട്ട് ഉപയോഗിച്ചതായിട്ടുള്ള മെത്തേഡ്സ് ഒന്നും അവിടെ വിലപ്പോവില്ല. കാരണം ഈ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു കോട്ടിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബി സ്റ്റിൽ എന്നാണ് പറയുന്നത്. ശാന്തമാകുക അല്ലെങ്കിൽ ശാന്തമായിട്ടിരിക്കുക. ലിറ്ററലി അതിനെ ചില സ്ഥലത്തൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണുന്നത് അമർന്നിരിക്കുക എന്നുള്ളതാണ്. ശാന്തമായിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ എന്താ സംഭവം? ഫ്രീ, റിലാക്സ്, വെറുതെ ഇരിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് കുറച്ചും കൂടി നമ്മളതിനെ ടെക്നിക്കലി സ്പിരിച്വാലിറ്റിയിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ദാറ്റ് ഈസ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ
ശാന്തമായിട്ടിരിക്കുക എന്ന് പറയുന്നത് നീ ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിട്ട് നടക്കാതെ നീ അവിടെ ഇരിക്കൂ എന്ന് ആജ്ഞാപിക്കുന്ന ദൈവത്തിനേക്കാൾ അപ്പുറത്തേക്ക് നീ ധ്യാനത്തിലേക്ക് വരിക, അല്ലെങ്കിൽ നീ അമർന്നിരിക്കുക. ബി സ്റ്റിൽ ആൻഡ് നോ, അറിയുക എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള ഒരു സെന്റൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഞാൻ ദൈവമാണ് എന്നറിയുക. ടു നോ എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആക്ടിവേറ്റിംഗ് അവർ ഇൻറ്റ്യൂഷൻ ഓവർ ഇന്റലക്ട് എന്നത് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അന്തർജ്ഞാനത്തിനെ ആക്ടിവേറ്റ് ചെയ്തെടുക്കുക, അറിയുക. അറിവ് എന്ന് പറയുമ്പോൾ ഞാൻ ദൈവമാണെന്ന് അറിയുക എന്ന് വെറുതെ പറയുന്നതല്ല, നമ്മുടെ മൈൻഡിനോട്, നമ്മുടെ ബ്രെയിനിനോട് പറയുന്നതിന് അപ്പുറത്തേക്ക് ഈ യഥാർത്ഥത്തിൽ അറിയുക. എന്താണ് ഈ ദൈവികത, എൻ്റെ അന്തർജ്ഞാനം? അപ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മെസ്സേജ് നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് കേൾക്കാനായിട്ടും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടും സാധിക്കുന്നത്, നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. സോ ഇൻക്രീസ്ഡ് അവെയർനെസ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു അക്കാഡമിക് അല്ലെങ്കിൽ തിയോളജിക്കൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് അല്ല. അതിനപ്പുറത്തേക്ക് നോയിങ് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് എക്സ്പെരിമെന്റ് ആണ്, അതൊരു എക്സ്പീരിയൻസ് ആണ് എന്നാണ് ഞാൻ പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റ്യൂട്ടീവ് അല്ലെങ്കിൽ അന്തർജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള റിയലൈസേഷൻ, അതാണ് ഇവിടെ അറിയുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് നമുക്കിത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? നമ്മുടെ ചുറ്റിനും കാണുന്നതായിട്ടുള്ള ഈ സകല ചരാചരങ്ങളെയും, ഈ യൂണിവേഴ്സിനെ നമ്മൾ ഇന്റലക്റ്റ് കൊണ്ട് അനലൈസ് ചെയ്യുന്നതിനപ്പുറത്തേക്ക്, കാരണം നമ്മുടെ ഈ ജന്മം തന്നെ പോരാ, അല്ലെങ്കിൽ എത്രയോ തലമുറകൾ കഴിഞ്ഞിട്ടും നമുക്ക് പ്രപഞ്ചത്തിനെക്കുറിച്ച് ഇന്റലക്ച്വൽ ബേസിൽ നമുക്ക് എന്തറിയാം, നോളജ് ബേസിൽ നമുക്ക് എന്തറിയാം എന്നുള്ളൊരു ചോദ്യം മുന്നോട്ട് വെച്ചാൽ നമ്മൾ ഉത്തരം കിട്ടാതെ പോകുന്നതായിട്ടുള്ള, ഒഴുക്കിൽ പോകുന്നതായിട്ടുള്ള മനുഷ്യനാണ്. അപ്പം നമുക്ക് പരിപൂർണതയിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല, നമുക്ക് ജ്ഞാനത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല. കാരണം എന്താ? നമ്മൾ ഈ ഇൻ്റലക്റ്റിനെ വെച്ചുകൊണ്ടാണ് ഇൻ്റലിജൻസിന് ബിയോണ്ട് ആയിട്ടുള്ള കാര്യങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെയും ഉപയോഗിക്കുകയാണ്. ഇതിന് രണ്ടിനും കപ്പാസിറ്റി ഇല്ല എന്നുള്ളതാണ്. ദെൻ എന്തിനാണ് കപ്പാസിറ്റി ഉള്ളത്? നമ്മുടെ ഇൻറ്റ്യൂഷൻ നമ്മളോട് ഏത് വഴിയാണ് വരുന്നത്? ആ റിസീവിംഗ് സ്റ്റേഷൻ പ്ലസ് ട്രാൻസ്മിറ്റിംഗ് സ്റ്റേഷനാണ് നമ്മുടെ സോൾ അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെയും സൃഷ്ടാവിനെയും തമ്മിൽ കണക്റ്റ് ആക്കിയിട്ട് നിർത്തുന്നതായിട്ടുള്ള ഒരു ഊർജ്ജ കേന്ദ്രം എന്ന് ഞാൻ പറയുകയാണ്. ഈച്ച് ആൻഡ് എവ്രി സോൾ, ഓരോ ആത്മാവിനും അതിൻ്റേതായിട്ടുള്ള എനർജി, ഫ്രീക്വൻസി, വൈബ്രേഷൻ ലെവലുകളുണ്ട്. യുണീക്കാണ്, വ്യത്യസ്തമാണ്, ഒന്നും മറ്റൊന്നു പോലെയല്ല. എല്ലാത്തിനെയും വ്യത്യസ്തമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഉരുവാക്കപ്പെട്ടിരിക്കുന്നത്. സോ നമ്മൾ യൂണിവേഴ്സിനെ ഇന്റലക്ച്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി വിൽ ലൂസ് അവർ കണക്ഷൻ. അതാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ടുള്ള കാര്യം. അതിനപ്പുറത്തേക്ക് നമുക്ക് ആന്തരികമായിട്ടുള്ള ഒരു ഉറപ്പുണ്ടാവുകയാണ്, ഒരു സുരക്ഷിതത്വം നമുക്ക് തോന്നുകയാണ്. ഇന്റലക്ച്വലൈസ് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ പ്രപഞ്ചത്തിനെ അനുഭവിക്കാനായിട്ട് പോവുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രാക്ടീസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് പിന്തുണ ലഭിക്കുകയാണ്, നമ്മളെ നയിക്കുകയാണ്. വി ആർ സപ്പോർട്ടഡ് ആൻഡ് ഗൈഡഡ് ബൈ എ ഹയർ കോസ്മിക് ലോജിക്. ഒരു ലാർജർ കോസ്മിക് ഇന്റലിജൻസ് നമ്മളെ നയിക്കുന്ന അവസ്ഥയെ നമ്മൾ അനുഭവിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്റലക്ച്വലൈസ് ചെയ്യാനായിട്ട് പോവല്ല, വി ആർ എക്സ്പീരിയൻസിങ്. സോ നമുക്ക് നേരത്തെ പറഞ്ഞതായിട്ടുള്ള ബി സ്റ്റിൽ അല്ലെങ്കിൽ ശാന്തമായിട്ടിരിക്കുക എന്നുള്ള ആ ഒരു പോയിന്റിലേക്ക്, ആ ഒരു സന്ദേശത്തിലേക്ക്, ആ ഒരു വാക്കുകളിലേക്ക് നമുക്ക് വരാം. ട്രഡീഷണൽ വ്യൂ നമ്മളെ പഠിപ്പിക്കുന്നത് ഫിസിക്കൽ ക്വയറ്റ്നെസ് ആണ്, ഭൗതികമായിട്ട് ശാന്തമായിട്ടിരിക്കുന്നതായിട്ടുള്ള അവസ്ഥ, ഭൗതികമായിട്ടുള്ള യുദ്ധങ്ങളെ അവസാനിപ്പിച്ച് ശാന്തമായിട്ടിരിക്കുന്നതായിട്ടുള്ളൊരു അവസ്ഥ. നമ്മൾ പല രീതിയിൽ ഈ ഒരു കാര്യത്തിനെ കോണ്ടെക്സ്റ്റ് ബേസിൽ നോക്കുന്ന സമയത്തും ഏകദേശം അങ്ങനെ ഒരു അർത്ഥമാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇതെങ്ങനെയൊക്കെയോ എഴുതിയും പറഞ്ഞും വ്യാഖ്യാനിച്ചും ഒക്കെ വരുന്ന സമയത്തുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. പ്രധാനമായിട്ടും നമ്മളവിടെ ബി സ്റ്റിൽ എന്ന് പറയുന്ന സമയത്ത് ഈ പറയുന്നതായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള അവസ്ഥയിൽ ഉണ്ടാകുന്നതായിട്ടുള്ള താൽക്കാലിക ശാന്തതയ്ക്ക് അപ്പുറത്തേക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്റ്റിൽനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യ മനസ്സിന്റെ അടിത്തട്ടുകളിലൂടെ വളരെ ടർബുലന്റ് ആയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന അതിശക്തമായിട്ടുള്ള അടിയൊഴുക്കിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. കോൺസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ഈഗോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ജൽപ്പനങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈഗോയെ നിയന്ത്രിക്കുന്ന സമയത്ത് നമുക്ക് ആൻസൈറ്റി കുറയുന്നു, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആൻസൈറ്റി കുറയുന്നു. ഞാൻ ഇങ്ങനെ ഒരുത്തനാണ്, എനിക്ക് ഇങ്ങനെ ചെയ്യണം, അവരുടെ മുകളിൽ നിൽക്കണം, അവരെക്കാളും മുന്നോട്ട് പോകണം, ഇങ്ങനെയുള്ള ചിന്തകൾ യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സിനെ ഇങ്ങനെ പിടിച്ച് വലിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ വീർപ്പ് മുട്ടിക്കുകയാണ്, സ്ട്രെച്ച് ചെയ്യുകയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത് നമുക്ക് എപ്പോഴും ഒരു ആകുലത മാത്രമാണ് നൽകുന്നത്. ഇനി പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ചില തിരിച്ചടികൾ, വിഷമങ്ങൾ, ഗിൽറ്റ്, ഇതൊക്കെ നമ്മുടെ ഈഗോ ഇതിനെയൊക്കെ എപ്പോഴും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആത്മീയതയുടെ ആഴത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈഗോ ഡെത്ത് എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിലെ ഈഗോ ഇല്ലാതെ ആകുന്നതായിട്ടുള്ളൊരവസ്ഥ, നമ്മുടെ ഉള്ളിലെ ഞാനെന്നുള്ള ഭാവം, അഹംഭാവം ഇല്ലാതാകുന്നതായിട്ടുള്ളൊരവസ്ഥ. സോ ബി സ്റ്റിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സൈലൻസിങ് ദ ഈഗോ എന്നുള്ളതാണ്.
മനുഷ്യ മനസ്സിൻ്റെ അടിത്തട്ടിലെ ഒഴുക്ക്, അതിശക്തമായിട്ടുള്ള ഒഴുക്കിനെ ഇല്ലാതാക്കുന്ന സമയത്ത് മനസ്സ് പതിയെ ശാന്തമാകും. ആ കലങ്ങി മറിയുന്നതായിട്ടുള്ള ആ വെള്ളം പതിയെ തെളിഞ്ഞു വരും. ആ ശാന്തതയിലൂടെയാണ്, ആ ക്ലിയർ വാട്ടറിലൂടെയാണ് നമ്മൾ ഈഗോയ്ക്കും അടിയിലുള്ള അല്ലെങ്കിൽ അതിൻ്റെയും അപ്പുറത്തുള്ളതായിട്ടുള്ള തലങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഇന്നർ പൊട്ടൻഷ്യലിനെ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ അറിയുകയാണ് നമ്മളെക്കുറിച്ച് തന്നെ കൂടുതലായിട്ട്. അതാണ് നേരത്തെ പറഞ്ഞ ബി സ്റ്റിൽ ആൻഡ് നോ എന്ന് പറയുന്ന സമയത്തുള്ള അതിൻ്റെ അർത്ഥതലങ്ങൾ. നമ്മൾ ശാന്തമാകുന്ന സമയത്ത് നമ്മൾ അറിയുകയാണ്, നമ്മൾ കൂടുതൽ കാണുകയാണ്. വിത്ത് ദ തേർഡ് ഐ, വിത്ത് ദ ഇൻറ്റ്യൂഷൻ നമ്മൾ കൂടുതൽ ശ്രവിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വരം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. പ്രപഞ്ചത്തിനെ ബുദ്ധി കൊണ്ട് കീഴ്പ്പെടുത്താൻ നോക്കുന്നതിനപ്പുറത്തേക്ക് ജ്ഞാനം കൊണ്ട് നമുക്കതിനെ അനുഭവിക്കാനായിട്ട് സാധിക്കുകയാണ്. ഈ ശാന്തത എന്ന് പറയുന്നത് ഈസ് എ പ്യുവർ സ്റ്റേജ് ഓഫ് മെഡിറ്റേഷൻ തന്നെയാണ്. ധ്യാനത്തിന്റെ സംശുദ്ധമായിട്ടുള്ള അവസ്ഥ. നമ്മുടെ അനലിറ്റിക്കൽ ബ്രെയിനിനെ നമ്മൾ ശാന്തമാക്കുന്ന സമയത്ത് ബീറ്റ വേവ്സിൽ നിന്ന് നമ്മൾ ആൽഫ ആൻഡ് തീറ്റ വേവ്സിലേക്ക് പതിയെ എൻ്റർ ചെയ്യുകയാണ്. ഈ ബ്രെയിൻ വേവ് സ്റ്റേറ്റിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ഡെയിലി സ്ട്രെസ്സിന്റെ മാട്രിക്സിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയാണ്. ഞാൻ ദൈവമാണെന്ന് അറിയുക എന്ന് പറയുന്ന സമയത്ത് ഞാൻ എന്നുള്ളത് ഐ എന്നുള്ളതാണ്. വേറൊരു ദൈവം നമ്മളോട് ഞാൻ ദൈവമാണ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത് നീ അറിയും ഞാൻ ഐ, ഈ പറയുന്ന ഞാൻ തന്നെയാണ് ദൈവം എന്നുള്ളത്. ഇവിടെയാണ് എന്നോട് പല ആളുകൾക്കും, എസ്പെഷ്യലി സെമിറ്റിക് റിലിജിയൻസിലൂടെ പോകുന്ന ആളുകൾക്ക് യോജിക്കാൻ പറ്റാത്തൊരു പോയിന്റ് വരുന്നത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇത് ഞാൻ വളരെ മുൻപ് തന്നെ മനസ്സിലാക്കിയൊരു കാര്യമാണ്. കാരണം പലരും ചോദിക്കും, ഞാൻ ദൈവം, അപ്പോൾ ആൾ ദൈവമായില്ലേ? ഇത് തന്നെയല്ലേ പണ്ട് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ള സാത്താനും ആഗ്രഹിച്ചിട്ടുള്ള കാര്യം? ഞാൻ ദൈവം, അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ ഈശ്വരനാണ് എന്നുള്ളത് തന്നെയല്ലേ? യഥാർത്ഥത്തിൽ ഏറ്റവും ഡീപ്പറായിട്ടുള്ള ഒരു സ്റ്റേജാണിത്. ഇത് മനസ്സിലാക്കാൻ വലിയ വിഷമമൊന്നുമില്ല. ബട്ട് നമ്മൾ ഇൻ്റലക്ച്വലൈസ് ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ അർത്ഥം നമുക്ക് കിട്ടാതെ വരുന്നത്. നമ്മൾ ഇതിനെ ബുദ്ധിപരമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ കൊണ്ട് കീറിമുറിച്ച് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ന് പറയുന്ന ഈ ഞാനും ആ ദൈവമാകുന്നതായിട്ടുള്ള ഞാൻ എന്ന് പറഞ്ഞാൽ അതും സെപ്പറേറ്റ് ആവുകയാണ്. രണ്ടും രണ്ടായിട്ട് പോവുകയാണ്. യഥാർത്ഥത്തിലുള്ള ദൈവം എന്ന് പറയുന്നത് വളരെ സ്നേഹം, കരുണ, ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ഇത്രയും സ്നേഹം നമ്മൾ മനുഷ്യൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മനുഷ്യൻ സ്നേഹിക്കപ്പെടുന്ന സമയത്ത് അവരൊരുമിച്ചിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, അവരൊരുമിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, അവർ ഒരുമിച്ച് യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു, അവരെപ്പോഴും അടുത്തിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. രാവും പകലും അവർ അടുത്തായിരിക്കുന്നു, കൂടുതൽ കൂടുതൽ അടുക്കുന്നു. മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ റിസൾട്ട് ഇതാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും എക്സ്ട്രീമിലേക്ക് പോകുമ്പോഴുള്ള കാര്യം മനുഷ്യൻ ഒന്നാകുന്നു, സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുന്നു, ഇതാണ് എന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും അപ്പുറത്തേക്കുള്ള ഒരു ഹയർ കോസ്മിക് ഇൻ്റലിജൻസുമായിട്ടുള്ള അടുപ്പം, സ്നേഹം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് സെപ്പറേഷൻ, ദാറ്റ് ഈസ് വൺനെസ് എന്നുള്ളതാണ്. സോ നമ്മൾ സമാധിയിലേക്ക് പോയിട്ട് ദൈവവുമായിട്ട് ലയിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ദൈവവുമായിട്ടുള്ള ഒരു ലയനം കാണുന്ന സമയത്ത് നമ്മൾ ജീവിതത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരികയാണ്. വളരെ ഉന്നതമായിട്ടുള്ളൊരു ആത്മീയ തത്വമാണിത്. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കണം. ഞാനും നീയും രണ്ടല്ല, ഞാനും നീ ഒന്നാണ് എന്ന് പറയുമ്പോഴുള്ള ആ വ്യത്യസ്തത തന്നെയാണ്. ആൻഡ് നോ ഐ ആം ഗോഡ് എന്ന് പറയുമ്പം അറിയുക, ഞാൻ ദൈവമാണെന്ന് അറിയുക എന്ന് പറയുന്ന സമയത്ത് ഞാൻ ദൈവമാണ് എന്നുള്ളത് ഞാൻ അറിയുകയാണ്. സോ ദൈവത്തിന് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ആകാശത്തിൽ നിന്നുള്ള ഒരു റൂളറായിട്ട് കാണുന്നതിനപ്പുറത്തേക്ക് ഐ ആം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ്സിനെയാണ് കാണുന്നത്. സോ നമ്മുടെ ഈഗോ, നമ്മുടെ മൈൻഡ്, നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ഇൻ്റലക്റ്റ്, ഇതിനെയൊക്കെ നമ്മൾ മറികടന്ന് അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ശൂന്യതയിലേക്ക് എത്തുന്നു. ആൻഡ് പവർ പൊട്ടൻഷ്യലിൻ്റെ ഏറ്റവും ബൃഹത്തായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ്. സോ നമ്മൾ പെർഫെക്റ്റ്ലി സ്റ്റില്ലാകുന്ന സമയത്ത്, നമ്മൾ മെഡിറ്റേഷൻ്റെ ആഴത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ സെപ്പറേഷൻ്റെ ഇല്യൂഷനിൽ നിന്ന് മുക്തി പ്രാപിക്കുകയാണ്, അല്ലെങ്കിൽ രക്ഷപ്പെടുകയാണ്. ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒന്നാണ്. അതിനോട് ചിലപ്പോൾ അതാരുടെയാ ഇതാരുടെയാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഈ കുഞ്ഞിൻ്റെ തന്നെയാണ്, അത് വാവയുടേതാണ് എന്നത് പറയുന്നത് പോലെ തന്നെ ആ ഒരു അവസ്ഥയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മളായിരുന്നു, പ്രപഞ്ചം നമ്മളായിരുന്നു, ചുറ്റിനുള്ളത് എല്ലാം നമ്മളായിരുന്നു. വളർന്നു വരുന്ന സമയത്താണ് നമുക്ക് സെപ്പറേഷൻ ഉണ്ടാകുന്നത്. ദൈവത്തിൽ നിന്ന് ലൂസിഫർ സെപ്പറേറ്റ് ആയതുപോലെ ദൈവത്തിൽ നിന്ന് മനുഷ്യനും സെപ്പറേറ്റ് ആയിട്ട് പോയി എന്നുള്ളതാണ്. സോ ലൂസിഫറും ഒരു ഫാളൻ ഏഞ്ചലാണ്, നമ്മളും ഫാളൻ ബീയിങ്സ് ആണ്. സോ ഈ സെപ്പറേഷൻ്റെ ഇല്യൂഷൻ മാറുന്ന സമയത്ത്
ക്രിയേഷന്റെ സ്പാർക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് റിയലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. നമ്മൾ ഒരു കടലിലെ ഒരു തുള്ളി മാത്രമല്ല, യു ആർ ദ എൻറ്റയർ ഓഷ്യൻ ഇൻ ദ മാഗ്നിഫിഷ്യന്റ് ഡ്രോപ്പ് എന്ന് ഞാൻ പറയുകയാണ്. ഈ സ്റ്റിൽനെസ് എന്ന് പറയുന്നത് ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥയല്ല, വെറുതെ ധ്യാനിച്ച് മാത്രം ഇരിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയല്ല. ധ്യാനം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ടൂൾ മാത്രമാണ്. നമ്മൾ ഈ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ സെറ്റിൽ ചെയ്യാനായിട്ട് നമ്മൾ അലോ ചെയ്യുന്ന സമയത്ത് ലെറ്റ് ദം സെറ്റിൽ ഇറ്റ് സെൽഫ് എന്നാണ് ഞാൻ പറയുന്നത്. അതുതന്നെ അത് സെറ്റിൽ ആയിക്കൊള്ളും. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ആ വെള്ളത്തിൽ വീണ്ടും പോയി കലക്കാതെ ഇളക്കാതെ ഇരിക്കുന്ന സമയത്ത് അത് തനിയെ തെളിഞ്ഞു വരും എന്നുള്ളതാണ്. സോ നമ്മുടെ ധ്യാനം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മം തന്നെയാണ്. ആ കർമ്മത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത്, ആ കർമ്മത്തിനെ നമ്മൾ ധ്യാനമായിട്ട് കാണുന്ന സമയത്ത് ഡിവൈൻ ക്ലാരിറ്റി എന്ന് പറയുന്നത് ഷൈൻ ചെയ്തു വരുന്നത് നമുക്ക്, അതിൻ്റെ പ്രഭയോടുകൂടി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഞാൻ പറയുകയാണ്, സങ്കീർത്തനങ്ങൾ 46 അധ്യായം അതിൽ 10 വാക്യം, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക, ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ്. അസെൻഷൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ജനതകളുടെ ഇടയിൽ ഉന്നതനാണ് എന്ന് പറയുമ്പോൾ നോട്ട് എവരി വൺ, ഓൺലി ചോസൺ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഈ അസെൻഷൻ്റെ വഴിയിലൂടെ പോകുന്നവർക്ക് മാത്രമാണ് ആ ഉന്നതമായിട്ടുള്ള ഐ കോൺഷ്യസ്നെസ്സിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. മഹത്തരമായിട്ടുള്ള ഈ ഒരു സന്ദേശം അല്പം വ്യത്യസ്തമാണ് എന്നുള്ളതും എനിക്കറിയാം. പക്ഷേ ചെവിയുള്ളവർ ഇത് കേട്ട് കഴിഞ്ഞു. നമസ്തേ.